സാധ്യമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ തരത്തിലാണ് ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ വിപുലമായൊരു സജ്ജീകരണം, തികച്ചും വളരെ വിപുലമായൊരു സജ്ജീകരണം ഒരുക്കി തന്നെയാണ് ഈ പ്രവർത്തനം ഇതിവിടെ പൊതുദർശനത്തിന് സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇനി നമുക്കിതിന്റെ മുൻ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ, ഇതിന്റെ മുൻവശത്തേക്ക് പോകുമ്പോൾ വി എസിനെ നിർത്തിയിരിക്കുന്നത്, വി എസിനെ അവിടെ വി എസിന്റെ മൃതശരീരം ഇത് കൊണ്ടുവന്ന് അവിടെയാണ്, ഇതാ കാണുന്ന ഇടത്താണ്, അവിടെയാണ് കൊണ്ടുപോയി മൃതശരീരം കൊണ്ടുവരിക. അവിടേക്കാണ് ആളുകൾക്ക് വന്ന് പോകുന്നതിന് സജ്ജീകരണം ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ വളരെ വിപുലമായ സംവിധാനം തന്നെയാണ് ഉള്ളത്. ഡാൻ, ഒരുപക്ഷെ ഈ ഒരു സ്ഥലം, ഇത്തരമൊരു സംവിധാനം ഒരുക്കിയത് വളരെ മുൻകൂട്ടി ഒരു പ്രത്യേക പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അത്ര വിപുല സംവിധാനം എന്ന് പറയുമ്പോൾ അത്രയധികം ആളുകളെ പ്രതീക്ഷിക്കണം, അല്ലേ? അതായത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിന്റെ ഈ വിയോഗ വാർത്ത അറിഞ്ഞതിനു ശേഷം ഇത്രയും സൗകര്യപ്രദമായി ഈ ഒരു പൊതുദർശനം ഒരുക്കാൻ മറ്റൊരു സ്ഥലത്തും കഴിഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്. ഇപ്പോഴും ശക്തമായി പുറത്ത് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ആ മഴ ഒരു തരത്തിലും ഈ സുഗമമായി ഈ പൊതുദർശനത്തെ ബാധിക്കാതെ ഇരിക്കുന്നതിന് വേണ്ടി കൃത്യമായി ഇവിടെ മറ്റ് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഈ നടപടികൾ അവർ കൃത്യമായി തന്നെ പൂർത്തിയാക്കുക. അതായത് ഈ രണ്ട് വരിയായി കടന്നു വരുന്നു, രണ്ട് വരിയായി തന്നെ പുറത്തേക്ക് പോകുന്നതിനുള്ള ക്രമീകരണങ്ങൾ. മലയുണ്ട്, നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടപോലെ വലിയ തരത്തിൽ ആളുകളുടെ ഒരു പങ്കാളിത്തം പുറത്ത് കാത്തു നിൽക്കുകയാണ്. അവർ മണിക്കൂറുകളായി കാത്തു നിൽക്കുകയാണ്. പക്ഷേ അവരാരും അക്ഷമരായിട്ടില്ല. ഏറെ ക്ഷമയോടെ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായിട്ട് ഒരു നോക്കി കാണുന്നതിന് വേണ്ടി നമ്മളിപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് പോലും എല്ലാ ആളുകളെയും ഇവിടേക്ക് പ്രവേശിപ്പിക്കില്ല. ഇവിടേക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഈ രണ്ട് പ്ലാറ്റ്ഫോമിലേക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ എത്താൻ കഴിയൂ എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. മാത്രവുമല്ല, പോലീസിന്റെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലാണ് ഈ പൊതുദർശനം ഇവിടെ നടക്കുക. നേരത്തെ മുൻ നിശ്ചയിച്ചിരുന്ന സമയക്രമം പൂർണ്ണമായി താളം തെറ്റിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, മുൻ നിശ്ചയിച്ച സമയക്രമം അനുസരിച്ചാണെങ്കിൽ ഇവിടെ നിന്ന് ഏതാണ്ട് 4 മണിയോടെ വലിയ ചുടുകാട്ടിലേക്ക് എടുക്കുന്ന തരത്തിലായിരുന്നു ക്രമീകരണങ്ങൾ. പക്ഷേ അത് ഇനി നടക്കില്ല. കാരണം ഇനി DC ഓഫീസിൽ എത്തിക്കണം. അവിടെ നിന്ന് വലിയ ജനസഞ്ചയത്തിന്റെ ആദരാഞ്ജലികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വേണം മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയ്ക്ക് ഇവിടേക്ക് അവസാനമായി അദ്ദേഹത്തെ കാണാനായി തടിച്ചുകൂടിയിരിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് നടുവിലേക്ക്, തന്റെ സ്വന്തം ആലപ്പുഴക്കാർക്ക് നടുവിലേക്ക് ഈ വിലാപയാത്രയ്ക്ക് എത്താൻ. പിന്നീട് ഇവിടെ നിന്ന് വേണം വലിയ ചുടുകാടിലേക്ക് ആ വിലാപയാത്രയ്ക്ക് പോകാൻ. അപ്പോൾ ഈ ഒരു ശ്രമകരമായ ദൗത്യം അത് ഏറ്റവും സുഗമമായി പൂർത്തിയാക്കുന്നതിനുള്ള മറ്റ് നടപടിക്രമങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായിരിക്കുന്നുവെന്ന് പറഞ്ഞു. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ നിശ്ചയിച്ച ഒരു സമയക്രമം എന്നത് രാവിലെ 10 മണിയോടുകൂടി ഇവിടെ ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ സമയം 2:30 അടുക്കുകയാണ്. അപ്പോൾ ഈ സമയക്രമങ്ങളെല്ലാം തെറ്റിയിരിക്കുന്നു. ഒരുപക്ഷെ രാത്രി ഈ കടന്ന് ഇവിടുത്തെ ഒരു പൊതുദർശനം നീണ്ടുപോകാനാണ് സാധ്യത, അല്ലേ? ഒരു പക്ഷേ അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം നമുക്കറിയാം, ഇന്നലെ രാത്രി 9 മണിക്ക് പുന്നപ്രയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിക്കുമെന്ന് പറഞ്ഞ വിലാപയാത്രയാണ് ഇന്ന് ഇത്രയധികം താമസിച്ച് ഇവിടേക്ക് എത്തുന്നത്. നമുക്കറിയാം, ഉച്ചയോടെ മാത്രമാണ് പുന്നപ്രയിലെ വീട്ടിലേക്ക് എത്തിയത്. ഒരുപക്ഷെ അവിടെയൊക്കെയുള്ള സമയം കുറച്ചുകൊണ്ട് പരമാവധി സമയം ഇവിടേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണമാണ് ഈ അവസാന മണിക്കൂറുകൾ. അത്തരം ഒരു ക്രമീകരണങ്ങളാണ് പാർട്ടി നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് കരുതാം. എന്തായാലും ഇവിടെ മന്ത്രി സജി ചെറിയാനും ചിത്തരഞ്ജൻ MLA ഉൾപ്പെടെയുള്ളവർ ഈ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പ്രവർത്തകരുമായിട്ട് VS അച്യുതാനന്ദന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ തന്നെയാണ്. അവിടെ വിപുലമായ പന്തൽ ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുണ്ട്. പ്രതികൂലമായ കാലാവസ്ഥയിലും അനുഭാവികൾക്കും പാർട്ടി വിശ്വാസികൾക്കും പ്രവർത്തകർക്കുമൊക്കെ VSനെ ഒരു നോക്ക് കാണുവാനുള്ള അവസരം ആണ് അവിടെ ഒരുക്കുന്നത്. പക്ഷേ ഇപ്പോഴും വേലിക്കകത്ത് വീട്ടിലേക്ക് അണയാത്ത ജനപ്രവാഹം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അത്രമേൽ വലിയ തിരക്കാണ് ആ വീട്ടിൽ ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം മാത്രമേ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് മൃതദേഹം മാറ്റുകയുള്ളൂ. ഇപ്പോഴും ആ വീടിന് പുറത്ത് വലിയ ആൾക്കൂട്ടങ്ങൾ, അത് പല നിരയായി നിൽക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് റിക്രിയേഷൻ ഗ്രൗണ്ടിൻ്റെ പരിസരത്തും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. കുറച്ചധികം ആളുകൾക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും വലിയൊരു ശതമാനം ആളുകളും ഇപ്പോഴും പ്രതികൂലമായ കാലാവസ്ഥയിലും കുടകൾ ചൂടി VSനെ കണ്ടേ മടങ്ങൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എപ്പോൾ ഈ പൊതുദർശനം പൂർത്തിയാക്കാനാകും എന്ന് ആർക്കും അറിവില്ലാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതേസമയം വലിയ ചുടുകാട്ടിൽ ആണ് VS അച്യുതാനന്ദന് അന്ത്യവിശ്രമം ഒരുക്കിയിട്ടുള്ളത്. അവിടെ സമര പോരാട്ടങ്ങളുടെ മണ്ണാണിത്. ഒപ്പമുണ്ടായിരുന്ന സഹയാത്രികരായിരുന്നവരെ അടക്കം ചെയ്തിട്ടുള്ള ഭൂമിയാണിത്. അവിടെയാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി VV അരുൺ ഉള്ളത്. അരുൺ, നേരത്തെ മുതൽ, അതായത്
VS അച്യുതാനന്ദന് അന്ത്യവിശ്രമം ഒരുക്കുന്ന വലിയ ചുടുകാട്ടിൽ തന്നെയും ആളുകളുടെ വലിയ തിരക്ക് കാണാൻ സാധിച്ചിരുന്നു. ഇപ്പോഴും അവിടേക്ക് ആളുകൾ എത്തുന്നുണ്ടോ? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, വലിയ ചുടുകാട്ടിൽ VSന്റെ സംസ്കാരത്തിനുള്ള ക്രമീകരണങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്, അവസാന പണികളിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം CPM പ്രവർത്തകർക്ക് എത്രയും വൈകാരികമായ ബന്ധമുള്ള, വൈകാരികമായി അവർ കാണുന്നതാണ് പുന്നപ്ര വയലാർ സ്മാരകം. ഈ വലിയ ചുടുകാട് രാജവാഴ്ചക്കെതിരായി പോരാടിയ പുന്നപ്ര വയലാർ രക്തസാക്ഷികൾക്ക് വേണ്ടിയും P കൃഷ്ണപിള്ളയും R സുഗതനും PT പുന്നൂസും അടക്കമുള്ള നേതാക്കൾക്ക് വേണ്ടിയും അവർ ഉയർത്തിയ രക്തസാക്ഷി സ്മാരകമാണ് ഇവിടെ, രക്തസാക്ഷി സ്തൂപമാണ് ഇവിടെ. അവിടെയാണ്, അതിന് സമീപത്താണ് VS അച്യുതാനന്ദൻ എന്ന എക്കാലത്തെയും ജനകീയനായ, എക്കാലത്തെയും പ്രിയങ്കരനായ കമ്മ്യൂണിസ്റ്റ് നേതാവിനും വിശ്രമം ഏതുമറിയാത്ത, വിശ്രമം എന്തെന്നറിയാത്ത, ജീവിതത്തിൽ വിശ്രമം ഒരിക്കലും ഈ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ മാത്രമാണ് VSനെ പൊതുപരിപാടികളിൽ നമുക്ക് കാണാൻ കഴിയാത്തത്. കേരള രാഷ്ട്രീയത്തിൽ സജീവ ഇടപെടുന്ന VS മാറി നിന്ന് അവിടെ VSനും സ്മാരകം ഒരുങ്ങുകയാണ്. ചുവന്ന പൂക്കൾ കൊണ്ട് അലങ്കരിച്ച CPMന്റെ ചിഹ്നം ആലേഖനം ചെയ്ത VS എന്ന ദ്വയാക്ഷരി രേഖപ്പെടുത്തിയ അവിടെയാണ് VSന് ചിതയൊരുങ്ങുന്നത്. നിറഞ്ഞ ചിരി VSന്റെ പ്രത്യേകതയാണ്. ആ നിറഞ്ഞു ചിരിക്കുന്ന VSന്റെ ഒരു ചിത്രം, ആ ചിത്രത്തിന് മുൻപിലാണ് അദ്ദേഹത്തിന് ചിതയൊരുക്കുന്നത്. ആ ചിത VSന് രക്തപുഷ്പങ്ങൾ അർപ്പിക്കാൻ, VSന് റോസാപുഷ്പങ്ങൾ അർപ്പിക്കാൻ ജനം തിക്കിത്തിരക്കുന്നത് ഇപ്പോഴും ആ AKG പഠന ഗവേഷണ കേന്ദ്രം മുതൽ ഇങ്ങോട്ട് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും അണമുറിയാത്ത ജനപ്രവാഹം ആലപ്പുഴയിലേക്ക് ഉണ്ടാകുന്നു. വേലിക്കകത്ത് വീട്ടിലേക്കും റിക്രിയേഷൻ ക്ലബിലേക്കും ഇവിടെ ഈ വലിയ ചുടുകാട്ടിലേക്കും ഒക്കെ അണമുറിയാത്ത ജനപ്രവാഹമാണ്. ഇവിടെയാണ് VSന് ചിതയൊരുങ്ങുന്നത്. CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇവിടെ എത്തും. അവരുടെ സാന്നിധ്യത്തിൽ പതിനായിരക്കണക്കിന് പ്രവർത്തകരുടെ ഉച്ചത്തിലുള്ള മുദ്രാവാക്യം വിളികളുടെ അകമ്പടിയോടെയാകും VS അച്യുതാനന്ദൻ എന്ന ജനകീയ കമ്മ്യൂണിസ്റ്റിന് രാഷ്ട്രീയ കേരളം, CPM പ്രവർത്തകർ, അദ്ദേഹത്തിന്റെ അനുയായികൾ, അദ്ദേഹത്തിന്റെ ആരാധകർ വിട നൽകുക. അതിനുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തം ഈ ചുടുകാട്ടിലേക്ക് ഇപ്പോൾ തന്നെ ഉണ്ടാകുന്നുണ്ട്. ഒരുപക്ഷെ ആ സമയത്ത് പ്രവർത്തകരേക്ക് ഇവിടെ നിന്ന് മാറ്റിയേക്കാം, നേതാക്കൾക്ക് മാത്രമായി ഇവിടേക്കുള്ള പ്രവേശനം പരിമിതപ്പെടുത്തിയേക്കാം. ഈ വലിയ ചുടുകാടിന്റെ ചരിത്രം പറയുമ്പോൾ VS അച്യുതാനന്ദൻ എന്ന തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരിടം തന്നെയാണ് വലിയ ചുടുകാട്. അരുൺ, ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം. CPMന്റെ സമന്വിതരായ നേതാക്കളുടെ പ്രതികരണങ്ങൾ ഉൾപ്പെടെ കാഴ്ചപ്പാടിലാണ് വന്നുകൊണ്ടിരിക്കുന്നു. കാണാൻ കാത്തു നിൽക്കുന്ന ആൾക്കാരെ നിരാശരാക്കാതെ, അതുകൊണ്ടാണ് സമയം കണക്കൂട്ടലെല്ലാം തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. 5 മണിയോടുകൂടെ ഇവിടെ എത്തുമെന്നാണ് ഇപ്പൊ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ പഴയ സമയക്രമം അനുസരിച്ച് 10 മണിയോടുകൂടി എത്തണം. ഇപ്പം 5 മണി എന്ന് പറഞ്ഞാൽ ഇനി എത്ര സമയം നമുക്ക് ഇവിടെ അനുവദിക്കാൻ കഴിയും? അല്ല, സമയം അനുവദിക്കുന്ന വെച്ചാൽ ഇവിടെ വന്ന് എല്ലാവരെയും കാണിക്കാതെ കൊണ്ടുപോകത്തില്ല. രാത്രി വൈകിയായിരിക്കും സംസ്കാരം. എത്ര വൈകിയാലും ശരി, ആൾക്കാരെ കാണിച്ചിട്ടേ കൊണ്ടുപോകത്തുള്ളൂ.